ബഫർ സോൺ സമരം തുടരുമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് ജോസ് പുളിക്കൽ. സർക്കാരിനെതിരെയല്ല സമരമെന്നും പ്രശ്നത്തിൽ പരിഹാരമുണ്ടാകുന്നതുവരെ സമരം തുടരുമെന്നും ബിഷപ്പ് വ്യക്തമാക്കി. പ്രശ്നപരിഹാരത്തിനായുള്ള റിപ്പോർട്ട് സർക്കാർ സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. വനമന്ത്രിയുമായി രാവിലെ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ബിഷപ്പ്. കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി, ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ആശങ്കകൾ കൃത്യമായിട്ട് സർക്കാരിനെ അറിയിക്കുക. സംസ്ഥാന സർക്കാരാണ് കൃത്യമായിട്ട് ഈ സമയത്ത് നടപടികൾ എടുക്കേണ്ടത്. അതുകൊണ്ട് ആ ഒരു ദൗത്യമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളതിൽ വിശ്വാസം അർപ്പിക്കുന്നു. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നതനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുൻപോട്ട് നീക്കും. കൃത്യമായ രീതിയിൽ ഒരു വ്യക്തിക്കും ഒരു കുടുംബത്തിനും കൃഷിയിടങ്ങൾക്കും പ്രതിസന്ധിയോ അപകടമോ ഉണ്ടാകാത്ത രീതിയിൽ വേണ്ട റിപ്പോർട്ടുകൾ യഥാസമയം കൊടുക്കുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതുതന്നെയാണ് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിയോടും ഇപ്പോൾ സംസാരിക്കാനിടയായത്. അങ്ങനെ ചെയ്യുമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ കൂടി അഡീഷണലായിട്ട് ഗവൺമെൻറ് നിയമിച്ചിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് എന്തുമാത്രം സാമൂഹിക സാമ്പത്തിക ആഘാതങ്ങൾ ഇതിലൂടെ ഉണ്ടാകുമെന്ന്. വിധിയുടെ ആ 44F എന്ന് പറയുന്ന ഒരു വകുപ്പിനകത്താണ് അങ്ങനെയുള്ള ആഘാതങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സാമൂഹിക സാമ്പത്തിക മേഖലയിൽ ശക്തമായ ആഘാതങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അക്കാര്യത്തിൽ എക്സെപ്ഷൻസ് കൊടുക്കാൻ സാധിക്കുമെന്ന് പ്രൊവിഷനുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു സാധ്യത വേണ്ട വിധം ജനങ്ങളുടെ ഇടപെടലോടുകൂടി സർക്കാരിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് സമരങ്ങളുടെ എല്ലാം ലക്ഷ്യം. ഒരിക്കലും അക്രമാസക്തമായ സമരമല്ല, രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള സമരമല്ല. കൃത്യമായിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കാനും സർക്കാരിനെ കൊണ്ട് നടപടികൾ ത്വരിതഗതിയിൽ മുൻപോട്ട് എടുപ്പിക്കാനും ഉള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇൻഫാം ഈ മേഖലയിൽ വ്യക്തമായ നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയക്കാരും ആസച്ച് നേരിട്ട് ഇടപെടുന്നില്ല. ഞങ്ങൾ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരും ഈ സമരമോ സമ്മേളനമോ ഹൈജാക്ക് ചെയ്യാനായിട്ട് അനുവദിക്കുകയുമില്ല. മന്ത്രിക്കെതിരായിട്ടോ ഏതെങ്കിലും ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമരമല്ല. ജനങ്ങൾ ഇത്രയേറെ ലക്ഷക്കണക്കിന് ആളുകൾ അഫക്റ്റ് ചെയ്യപ്പെടുന്ന പ്രതിസന്ധിയെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ലഭ്യമായ വിധിയിൽ ലഭ്യമായിരിക്കുന്ന ആ സാഹചര്യങ്ങൾ 44F പ്രധാനമായിട്ടും അതനുസരിച്ചുള്ള ആവശ്യം ഉന്നയിക്കുക. അവ തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് തന്നെ സർക്കാർ മനസ്സിലാക്കുന്നുവെന്ന് അറിയിച്ചു.